സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ നാം എല്ലാവരോടും പറയാറുണ്ടോ? എന്നാൽ ഇനി ഒന്ന് ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് ഒരു അറാബിയായ ഒരു വ്യക്തി വന്നുകൊണ്ട് പറഞ്ഞു, നബിയെ, ഞാൻ എന്തെങ്കിലും ഒരു സ്വപ്നം കണ്ടു. എന്താണ് ആ സ്വപ്നം എന്ന് വെച്ചാൽ എൻ്റെ തല മുറിച്ചു മാറ്റിയതായിട്ടാണ് കണ്ടത്. അതുമാത്രമല്ല, ആ മുറിച്ചു മാറ്റപ്പെട്ടതായ തലയുണ്ടല്ലോ, ആ തലയെ ഞാനിങ്ങനെ അനുഗമിച്ചുകൊണ്ട്, അതായത് പിന്നാലെ ഞാൻ കൂടുന്നതായിട്ട് സ്വപ്നം കണ്ടു നബിയെ. ഈ രീതിയിലുള്ള സ്വപ്നമാണ് ഞാൻ കണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ വ്യക്തി പറഞ്ഞ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത മറുപടി നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് ഒരു ഉപദേശമാണ് അവിടെ കൊടുത്തത്. ഇത്തരം സ്വപ്നങ്ങൾ കണ്ടാൽ നീ ഒരിക്കലും അത് പറയരുത്. വഖാല ലാ തുഖ്ബിർ ബിത്തലഉബി ശൈത്വാനി ബികഫിൽ മനാം. പിശാച് സ്വപ്നത്തിൽ നിങ്ങളെ കൊണ്ട് കളിക്കുന്ന കളികളൊന്നും നിങ്ങൾ ഒരിക്കലും പറയാൻ പാടില്ല എന്ന്. പല സ്വപ്നങ്ങളും നമ്മെ ഭീതിപ്പെടുത്തുന്നതായിരിക്കും, പേടിപ്പിക്കുന്നതായിരിക്കും, പല വിഷമങ്ങളും തോന്നിപ്പിക്കുന്നതായിരിക്കും. അങ്ങനെയെങ്കിൽ അതൊരിക്കലും മറ്റുള്ളവരോട് പങ്കുവെക്കാനുള്ളതല്ല. ആ സ്വപ്നങ്ങൾ കൊണ്ട് നമുക്കൊരു പ്രയാസവും വരാനില്ല. അതുകൊണ്ട് ആ സ്വപ്നങ്ങൾ നാം മറച്ചു വെക്കുകയാണ് വേണ്ടത്. നല്ല സ്വപ്നങ്ങൾ കണ്ടാൽ അത് മറ്റുള്ളവരോട് പറയാം. ചീത്തതാണ് കണ്ടതെങ്കിൽ അത് ആരോടും പറയരുത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് കാണുന്ന സ്വപ്നങ്ങളെല്ലാം മറ്റുള്ളവരോട് പറഞ്ഞു നടക്കുന്ന സ്വഭാവം നമുക്കുണ്ടാകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം അറിവ് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ.